ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പഠിച്ചാൽ മതി എന്നൊക്കെ ചോദിക്കുന്ന പിള്ളേരെ സംബന്ധിച്ചോളം ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അല്ല, ഇതുവരെ നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പുതിയ പഠന രീതി തന്നെയാണ്. ഇനി അത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ബെവ്കോ എക്സാം VFA മാത്രമല്ല, 2027 LDC എക്സാം വരാൻ പോവാണ്, 2027 LGS എക്സാം പോവാണ്. എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന. അതെ, ഓൾറെഡി ഒരു ബാച്ചിൽ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കും ഇതൊരു യൂസ്ഫുൾ ആണ് അല്ലെ. ഇത് മറ്റൊരു പ്ലസ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയായിരിക്കും. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് എന്താ പ്രതി സാറേ പരിപാടി? പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറച്ച് വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുന്നത് സാറിന് പറഞ്ഞില്ലേ, മറ്റേ Q&A ബാച്ച് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. LDCക്കും അതുപോലെ തന്നെ VFAക്കും വെച്ചിട്ടുണ്ട്. LDC ബെവ്കോയിലേക്കും അതുപോലെ തന്നെ VFAക്കും വേണ്ടിയിട്ട് നമ്മളൊരു Q&A ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഈ ബാച്ചിന്റെ ഡീറ്റെയിൽ ഫുള്ള് കിട്ടിയില്ല. ഇല്ല ഇല്ല. Q&A ബാച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്ത് ടോപ്പിക് വെച്ചിട്ട്. കാരണം പേഴ്സണലിനല്ല, നമ്മളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുന്നത്. പക്ഷെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ടോപ്പിക് ബേസ്. അതായത് ഓരോ, ഫോർ എക്സാമ്പിൾ 1958 വിപ്ലവമാണെങ്കിൽ ആ വിപ്ലവവുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷനുകളും ചെയ്യും. ഇതുവരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം അതിനോടൊപ്പം അതിന്റെ കണക്റ്റഡ് ഫാക്ടുകൾ ചെയ്യും, കവർ ചെയ്യും. അപ്പോ ആ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമാണോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ? അതിലൂടെ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്യും, പ്ലസ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ്. അപ്പം എല്ലാ സബ്ജക്റ്റും, എല്ലാ സബ്ജക്ട്സിന്റെയും ഈ രീതിക്കാണ്. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബാച്ച്. ഒന്നും ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളില്ലേ, ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ബാച്ചിനുള്ള കുട്ടിയെ സംബന്ധിച്ചോളം ഒരു ക്വിക്ക് റിവിഷൻ എല്ലാം കൂടെ അവസാനമായിട്ട് ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് കോൺഫിഡന്റ് എക്സാം ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് ഒരു ഓപ്ഷൻ ആണ്. കൃത്യമായ റിവിഷൻ അവിടെ നമുക്ക് എന്ത് ചെയ്യും. ഇനി വേറെ സംബന്ധമായി നമ്മുടെ കമന്റ്സിന് ചോദിക്കുന്നുണ്ട്, സാറേ ഇനി പഠിച്ചാൽ മതിയോ, ഇനി പഠിച്ചാൽ മതിയോ. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു ബാച്ച്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് സാർ, ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക ഇപ്പം നമ്മുടെ 10th പ്രിലിംസ് വരാൻ പോവാണല്ലോ അല്ലെ. ജൂലൈ 18-ാം തീയതി ഫസ്റ്റ് സ്റ്റേജ് നടക്കാൻ പോവാണ്. ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കോട് കൂടി പ്രിലിംസ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാംസ് വരുവാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ബാച്ച് തന്നെ ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് ഒരു സിലബസ് വൈസിൽ ടോപ്പിക്ക് നോക്കി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ ഇത് ഡയറക്റ്റ് ആ സാധനത്തിലോട്ട് പോയിന്റ് ഔട്ട് ചെയ്യണ്ടേ. അതായത് ഫോർ എക്സാമ്പിൾ എന്റെ ഏരിയ തന്നെ പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് വാസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പൊ അതിനകത്ത് വളരെ സെലക്റ്റീവ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യമാണ്. ട്രാക്കിലോട്ട് എത്താൻ പറ്റും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ല സാർ, നമ്മൾ ഈ പിള്ളേർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പഠിച്ചാൽ മതി എന്നൊക്കെ ചോദിക്കുന്ന പിള്ളേരെ സംബന്ധിച്ചോളം ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. കാരണം നമുക്കൊരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ സിലബസ് കൃത്യമായിട്ട് PSC ചോദിച്ചത് എന്താണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവർ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. പുതിയ കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, സാധാരണ ഒരു പുതിയ കുട്ടി പഠനത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ 1.5 വർഷമൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലെ. ശരിയൊന്ന് വലിയൊരു വൈഡ് ഏരിയ, വലിയ ഏരിയ തീർക്കണം. പക്ഷെ പുതിയൊരാളെ സംബന്ധിച്ച് ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് PSCയുടെ ഒരു ഔട്ട്ലൈൻ കിട്ടും അല്ലെ. അത് മാത്രമല്ല, ഒരു 2-3 മാസം കൊണ്ട് ഏതൊക്കെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ അല്ല PSCയുടെ ഒരു സ്റ്റൈൽ എന്താണ്, ഏത് രീതിയിലാണ്, എങ്ങനെയൊക്കെ ചോദ്യം വരാം, ചോദിച്ചാൽ ഏത് എക്സ്റ്റെന്റ് വരെ ചോദിക്കാവുന്നതിനെ പറ്റിയൊരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു. ഡയറക്റ്റ് അതിലോട്ട് വരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ വരുന്ന 16-ാം തീയതിയാണ്, ജൂലൈ മാസം 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ജൂലൈ മാസം 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോ അതിന്റെ വാലിഡിറ്റി 6 മാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനുള്ളിൽ തീർക്കും. കാരണം ഈ പറയുന്ന ഡേറ്റ് അനൗൺസ് ആയിട്ടുണ്ട്. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ച് ആയിരിക്കും. കാരണം ഒരു എൻ്റർലി ഡിഫറെന്റ് ആയിട്ടല്ല, ഇതുവരെ നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പുതിയ പഠന രീതി തന്നെയാണ്. ഇനി അത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ബെവ്കോ എക്സാം VFA മാത്രമല്ല, 2027 LDC എക്സാം വരാൻ പോവാണ്, 2027 LGS എക്സാം പോവാണ്. എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന. അതെ, കാരണം ഒരു 10th ലെവൽ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നതായതുകൊണ്ട് ആ ഒരു ലെവലുള്ള എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓൾറെഡി ഒരു ബാച്ചിൽ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കും ഇതൊരു യൂസ്ഫുൾ ആണ് അല്ലെ. ഇത് മറ്റൊരു പ്ലസ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ബാച്ച്. അവരെ സംബന്ധിച്ചോളം നല്ലതാണ്. ഉദ്യോഗത്തെ സംബന്ധിച്ചോളം പക്കായിട്ട് റിവിഷനാണ്.
ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളെ സംബന്ധിച്ചോളം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സാധനമാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ PSC അറിയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഗുണം അവിടെ ഉണ്ട്. അപ്പൊ സാറിന് പണി തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഓരോ ഫാക്കൽറ്റീസ് ഭയങ്കര കുറവില്ല. എല്ലാവരും ഇപ്പം ഓരോ സൈഡിൽ അനന്ത് ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഇസ്മായിൽ സാർ തിരക്കിട്ട് സിബി സാർ അതായിരിക്കും അല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പോകുന്നത്. രാവിലെ തോന്നുന്നുണ്ട് എല്ലാവരും എന്റെ പതിവില്ല. കാരണം ഫീസ് പണി ചെയ്തില്ലല്ലോ. കാരണം 999 രൂപ ഫീസ് ഉള്ളൂ. അപ്പൊ അതേ സംബന്ധിച്ചോളം വലിയ സംഭവമില്ല. കാരണം ഈ ഒരു ചെറിയ പ്രൈസിന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം വളരെ ഗുണകരമാണ്. ചെറിയ സമയം കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അതിൻ്റെതായ പ്രയോജനം കൂടെ